ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ഫുഡ് ഐറ്റമാണ് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു സ്വീറ്റാണ് ചോക്ലേറ്റ്. അപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിലാണ് എടുക്കുന്നത് അതിൽ തന്നെ എല്ലാം എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഞാൻ 1/2 ഗ്ലാസ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കിയതാണ്. അപ്പോൾ 1/2 ഗ്ലാസ് കൊക്കോ പൗഡറിന് 1 ഗ്ലാസ്സാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3/4 കുറച്ച് കൂടുതലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ 1 ഗ്ലാസ് എടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് പൊടിച്ചെടുക്കുന്നുള്ളത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഒന്നും ശരിയാവത്തില്ല കേട്ടോ, അത് അലിഞ്ഞ് വരില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്സിനേലും കുറച്ച് കുറവ് കോക്കനട്ട് ഓയിലാണ്, നമ്മുടെ വെളിച്ചെണ്ണ. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ അരിച്ചെടുത്തിട്ടും കൂടിയുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി, വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഈ കട്ടി ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാൽ അതിൽ നന്നായി യോജിക്കുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം. ഇനി നമുക്ക് ആ മിക്സ് നേരെ വെച്ച് നന്നായിട്ട് ഇളക്കി ഈ കട്ട പിടിച്ച് കിടക്കുന്നത്, നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ കട്ട പിടിക്കും, അതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ, നല്ല സ്മൂത്തായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൈയൊന്നും പൊള്ളിക്കാതെ അത് മാറ്റി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലോട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്നും കൂടി ഭംഗിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗൾഡിനകത്തൊക്കെ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് വെച്ച് ഫ്രീസറിലേക്കാണ് കയറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തെടുത്ത് നോക്കി, കട്ടയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈയുടെ ചൂടിൽ അത് അലിയുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചടർത്തി എടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ തണുപ്പൊന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് അടർത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. മുഴുവനും എടുത്തിട്ടില്ല, ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. അപ്പോൾ ഏകദേശം നല്ല കട്ടിയുമുണ്ട്, നല്ല നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. സിലിക്കോൺ മൗൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തത് രാത്രിയാണ്, രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ രാത്രി ചെയ്തിട്ട് രാവിലെ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നന്നായിട്ട് അത് സെറ്റായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണുന്നതായി ബൈ ബൈ.